രണ്ട് കമ്പിയിലിരുന്ന് ആടിയ വവ്വാല് പോലും ജീവനോടെ ഇരുന്നിട്ടില്ല അല്ലേ? ഇവിടെ കഴിഞ്ഞ വ്യക്തി തിരിച്ചു വന്നിട്ട് പോലും സ്വീകരിച്ചു, സ്റ്റേഷൻ മുഖേന സ്വീകരിച്ചു. കാര്യം പിള്ളേർക്ക് വേണ്ടിയിട്ട്. വീണ്ടും പുള്ളിക്കാരി 2 ദിവസം നിന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതുകൊണ്ട് നിന്നിട്ട് വീണ്ടും അയാളോടെ പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. അല്ല സുഹൃത്തുക്കളെ, ഇപ്പോൾ എല്ലാവരും ന്യൂസിലും പേപ്പറിലൊക്കെ കണ്ടു കാണും സുരേഷ് ഹസീന അവരുടെ കാര്യങ്ങൾ. അപ്പം നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു മൂന്നാമതൊരാൾ കയറി വന്നാൽ ആ ജീവിതം പിന്നെ നോക്കണ്ട, അത് തരിപ്പണമാവും എന്തായാലും. അപ്പം നിങ്ങൾ ഈ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കഴുത്തിൽ ഒരു കയറ്, നിങ്ങളെ ശവപ്പറമ്പ് നിങ്ങൾ തെരഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു നേരം അല്പസുഖത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഒന്ന് ഓർക്കുക, ഇപ്പം നാട്ടിലൊക്കെ നടക്കുന്നത് തന്നെയാണ്, ഒരു മാറ്റമില്ല. എന്തൊക്കെ നടക്കുന്നു, കുട്ടികളുടെ അടുത്ത് ജനലിനുള്ളിൽ കൂടെ വലിച്ചെറിയുന്നു സുഖത്തിന് വേണ്ടിയിട്ടേ. എന്തായാലും സുഖം, സ്വന്തം മക്കളെ അവരിന്ന് ആ സുഖം മുമ്പ് തന്നെ ആലോചിക്കുകയാണെങ്കിൽ മക്കളുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആ സുരേഷേട്ടൻ്റെയും ആ ഹസീൻ്റെയും തന്നെയും ജീവിതം അത് വഴിയിലായി. അപ്പോൾ അതിന് 4 മക്കളുണ്ട്, അവർ വല്ല ജീവിതം അവർ ഓർത്തോ? ഒരു നേരത്തെ സുഖം. അപ്പോൾ കാമുകനോടെ പോയി, കാമുക ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കണ്ടാവും എവിടെയെങ്കിലും. ഹസീന പോയി, അവരുടെ ജീവിതം പാഴായി, 2 കുട്ടികളും വഴിയിലായി. 2 അല്ല 4 കുട്ടികൾ. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, വല്ലാത്തൊരു വേദനയാണ്. 4 മക്കളെ അവരിപ്പോൾ എന്ത് ചെയ്യാനാണ്? വീഡിയോ കാണാം. 4 മക്കൾക്കും ഒരമ്മ വേണം, തനിക്കൊരു ജീവിതം വേണം. ആ ചിന്തയൊന്നും അയാളെ അലട്ടിയതേയില്ല. ഇനി അവൾ ജീവിക്കേണ്ട, തനിക്കും മക്കൾക്കും കിട്ടാത്തത് വേറെ ആരും അനുഭവിക്കേണ്ട. സുരേഷ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ സ്ത്രീ ശരീരം വെട്ടി നുറുക്കി ഹസീനയുടെ ജീവിതം അയാൾ അവസാനിപ്പിച്ചു. 19 വർഷക്കാലം തന്നോടൊപ്പം ജീവിച്ച ഭാര്യയെ അയാൾ എന്തിനു കൊലപ്പെടുത്തി? ആ കാരണം കേട്ട് നാലാഞ്ചിറ ഗ്രാമം നടുങ്ങി വിറച്ചു. ആ വീട്ടിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം? ഇവർ തമ്മിൽ എങ്ങനെയാണ് കല്യാണം നടക്കുന്നത്? എങ്ങനെയാണ് ഈ ഹസീനയും സുരേഷും തമ്മിൽ കല്യാണം? അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി അങ്ങോട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. സ്നേഹിച്ച് കിട്ടിയാണ് എന്തായാലും. അതിന് ആ സമയത്തുള്ള ആരായിട്ട് സ്കൂളിൽ ഒരുമിച്ച് കോളേജിൽ പൊയ്ക്കൊണ്ടിരുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇതാണ് കോളേജിൽ പൊയ്ക്കൊണ്ട് അവൾ കോളേജിൽ പൊയ്ക്കുമ്പോഴത്തേക്ക് അവരുമായിട്ട് കണ്ടുമുട്ടി, അങ്ങനെ ഉണ്ട് സ്നേഹബന്ധമാണ്. കല്യാണമല്ല, അവർ വിളിച്ചോണ്ടെന്നുള്ളത് കണ്ടിരുന്നു. ആ രീതിയിലാണ് അമ്പലത്തിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. അവൻ കല്യാണം ഇവിടെ വിളിച്ചോണ്ട് താമസിക്കുന്നു എന്നൊക്കെയുള്ള കണക്കൂട്ടായിരുന്നു. പിന്നെ കുടുംബങ്ങളായി 4 പിള്ളേരായി, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ അവർക്ക് ആരോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഒരു ഇത്തരം വിഷയത്തിലേക്ക് എത്തേണ്ട കാര്യം എന്തായിരുന്നു? ഞാൻ പറഞ്ഞിടത്തോളം ഇപ്പോൾ ഈ വിഷയം നടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയും പോലെ പുള്ളിക്കാരത്തി ഇപ്പോൾ ലാസ്റ്റ് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുമായിട്ട് എന്തോ പേരുന്നു അവിടെ പോയെന്ന് അറിഞ്ഞാൽ. അയാളുടെ എവിടെ പോയെന്ന് അതറിയത്തില്ല. ആ പുള്ളിയുടെ കൂടെ ഇവിടുന്ന് ഒരാഴ്ച കൊണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു. ചെന്നൈയിലാണോ? ഒരാഴ്ച കൊണ്ടോടെ മാറിയായിരുന്നു. പോയ സമയത്ത് ഇളയ കൊച്ചിന്, ലാസ്റ്റ് കൊച്ചിന് എന്തോ കൊണ്ടുപോയെന്ന് കൂടെ കൊണ്ടുപോയിരുന്നു. അവരാ പോയതിന് ശേഷം ഇവർ നമ്മളളിയൻ സുരേഷ് അന്നേരമാണ് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത്? ഇല്ല, നമ്മൾ അന്നേരം അറിയുന്നില്ല. അറിയുന്നില്ലെന്ന് വെച്ചാൽ ഇവരങ്ങനെ പോയി. അതിനുശേഷം അളിയൻ ഇതിൻ്റെ ടെൻഡൻസിയിൽ എലിവേഷൻ എന്തോ കഴിക്കുകയും പിന്നെ അങ്ങനെ മെഡിക്കലിൽ വരികയും അവിടെ വെച്ച് നമ്മൾ കണ്ടു. അന്നേരം പുള്ളി നമ്മൾ ഈ കാര്യം പറയുന്നില്ല, ഫാമിലി വിഷയം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഈ കാര്യങ്ങൾ പുറത്ത് പറയാനുള്ള നാണക്കേടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫാമിലിയിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ അറിയുന്നത് മരണശേഷമാണ്. അതായത് ഇങ്ങനെയുള്ള ഇല്ലീഗൽ ബന്ധമുള്ള കാര്യം നിങ്ങൾ അറിയുന്നത് കുടുംബക്കാർ അറിയുന്നില്ല. അറിയുന്നത് മരണശേഷം മൊബൈൽ കിട്ടിയതിന് ശേഷമാണ്. പുള്ളിക്കാർ തന്നെ ഈ വോയിസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന പോലെ ചെയ്യുന്നൊരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരാഴ്ചയോളം കഴിഞ്ഞതാണ്. ഇനി എനിക്ക് ഇയാളോട് കഴിക്കേണ്ട താമസിക്കാനുള്ള താല്പര്യമില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ഏറ്റവും ഇളയ കുഞ്ഞുമായിട്ട് ഞാൻ പോകുന്നത്. പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന 17,000 രൂപയിൽ നിന്ന് ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. അതായത് 10,000 രൂപയോളം ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 7,000 രൂപ വീട്ടിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ടിയാക്ക് എന്നെ നോക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ കാശ് എടുക്കുന്നത്. എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ എടുത്തു. ഞങ്ങൾ ജോലി ചെയ്ത് തിരിച്ചു തന്നോളാം, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. മൂത്ത കൊച്ച് വളർന്നിട്ടുണ്ട്, അതിന് അത്യാവശ്യം വളർന്നതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുപോകുന്നില്ല. നിങ്ങളെ കാര്യങ്ങളെല്ലാം ആ കൊച്ചു നോക്കിക്കോളും. പിന്നെ നിങ്ങളെ കുടുംബക്കാരെ ആരെയും വിട്ട് എന്നെ വിളിപ്പിക്കരുത്. എനിക്ക് നാണം കെടാനുള്ള താല്പര്യമില്ല. ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ഈ 19 വർഷം നിങ്ങൾ എന്നെ റൂമിൽ അടച്ചിട്ട പോലെയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് അമിതമായിട്ടുള്ള സ്നേഹം. ഈ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛികമായിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരനത്
അങ്ങനെയാണ് പുള്ളി കണ്ടുപിടിക്കുന്നത്. പുള്ളിക്കാരൻ സംശയം വരാൻ വേറൊരു കാര്യമുണ്ട്. അപ്പം എനിക്കറിയത്തില്ല, മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിന് ശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട് ഇപ്പൊ ആർക്കായാലും ഉണ്ടാവും. ഒരു ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയം വരാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ. അപ്പം എല്ലാവരും പറയുന്നുണ്ട് അടച്ചു പൂട്ടി ഇട്ടിരിക്കുന്നു. അത് ശരി തന്നെയാണ്. പക്ഷെ അതിനുള്ള കാരണം ഇതാണ്. ആദ്യം ഒരിക്കലും ആയതിൻ്റെ പേരിലാണ് പുള്ളി അങ്ങനെ കെയർ ചെയ്യുന്നത്. പുള്ളി കെയറിംഗ് ആണ് സത്യം പറഞ്ഞാൽ. പുള്ളി കെയർ ചെയ്യാണ്. ഈ ഒരാഴ്ചയോളം ഒരാളോടൊപ്പം താമസിച്ച ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വരാൻ പിന്നെയും തയ്യാറായിരുന്നു. അതിന് ഫുള്ള് വോയിസ് ആയിട്ട് കിടപ്പുണ്ട്. കാല് വരെ പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ അറിയാമോ? 4 പിള്ളേർക്ക് മൂത്ത മോക്ക് നന്നായിട്ട് അറിയാം. മോളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ഇത് അറിയുന്നത് തന്നെ. ഈ വോയിസ് റെക്കോർഡെല്ലാം പിന്നെ ഇവർ അടി കൂടുന്ന സമയത്തും എല്ലാം മൂത്ത മോളാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് അയച്ചു തരുന്നത് വോയിസ് ആയിട്ട്. കാര്യം മോളെ തല്ലുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട്, പോയിട്ട് തെറി പറയുന്നുണ്ട്, തല്ലുന്നുണ്ട്. ഇതെല്ലാം അന്നത്തെ രാത്രി സംഭവിക്കുന്ന കാര്യം. അതായത് പുള്ളിക്കാരി ബാഗുമായിട്ട് പോകുന്ന ലോഡ്ജിൽ ഇവിടെ താമസിക്കുന്നു. അവിടെ അന്ന് രാത്രി ഇവിടെ വരുന്നു. അന്ന് രാത്രി എന്തായിരിക്കും വിഷയം സംഭവിച്ചത്? നിങ്ങൾ അറിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി വീണ്ടും സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഇതായിരുന്നു. ഇത് ഈ പുള്ളിക്കാരൻ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഉറക്കണിട്ട് കാവലിരിക്കുമായിരുന്നു. ഇവർ ഉറങ്ങിയിട്ടില്ല. പുള്ളിക്കാരിക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ പുള്ളിക്കാരൻ, അതായത് ഫ്രീ എന്നുള്ള വ്യക്തി പുറത്തുനിന്ന് നിൽക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും പോയാൽ പറ്റത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ പോവാതെ കാവലിരിക്കുമായിരുന്നു. 4 മണിയുടെ സഹിച്ചിരുന്നു, പറ്റിയില്ല. അപ്പോൾ തമ്മിൽ സംസാരങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികളായി. ആ സമയത്താണ് ഇത് പുള്ളിക്കാരി ബാഗ് കൊടുത്തിട്ട് ഇറങ്ങിയത്. ആ ദേഷ്യത്തിലാണ് പുള്ളിക്കാരൻ പുറത്ത് പോയിട്ട് കാറിൽ പോയിട്ട് വന്നാണ് എന്തോ കത്തി എന്തോ എടുത്തുകൊണ്ടൊന്ന് ഇത് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നിവൃത്തികെട്ട ഒരു തീരുമാനമാണ് പുള്ളി എടുത്തത്. ഒരു മാർഗ്ഗമില്ലാതെ അതാണ് പറഞ്ഞത്. പിള്ളേരുടെ നോക്കാതെ വൈഫിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹമാണ് ഇതിൽ വന്ന് നിന്നേക്കുന്നത്. കാര്യം അന്നത്തെ രാത്രി നടന്ന സംഭവത്തിൽ കുറച്ച് വോയിസുകളുണ്ട്. ആ വോയിസ് കേട്ടറിയാം ഒരാണുങ്ങളാരും അത്രയും താഴ്ന്ന് വരത്തില്ല. ആ രീതിയിലാണ് പുള്ളിക്കാരുടെ കാല് വരെ പിടിച്ചിട്ടുണ്ട്. മോള് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കത് പുറത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി ആരെയും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആ വ്യക്തമായിട്ട് ഒരു പ്രാവശ്യം ആ വോയിസ് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാവും എന്താണ് ആ രാത്രി സംഭവിച്ചതെന്ന്. കാര്യം അന്യപുരുഷൻ്റെ കൂടെ കഴിഞ്ഞ വ്യക്തി തിരിച്ചു വന്നിട്ട് പോലും സ്വീകരിച്ചു, സ്റ്റേഷൻ മുഖേന സ്വീകരിച്ചു. കാര്യം പിള്ളേർക്ക് വേണ്ടിയിട്ട്. വീണ്ടും പുള്ളിക്കാരി 2 ദിവസം നിന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതുകൊണ്ട് നിന്നിട്ട് വീണ്ടും അയാളോടെ പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ആ രാത്രിയാണ് സംഭവിച്ചേക്കുന്നത്. ബാഗുമായിട്ട് ഇറങ്ങിയ സമയത്താണ് സംഭവിച്ചത്. ഈ കുഞ്ഞുങ്ങളുടെ ശരിക്കും അടുത്ത ബന്ധമായിരിക്കും. കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇനി വല്ലാത്ത കഷ്ടമായിരിക്കും അല്ലേ? അച്ഛനും പോയി അമ്മയും പോയി ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അല്ലേ? എൻ്റെ മകനാണ് മരണപ്പെട്ടത്. മകനും മരുമകളും. നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ ഇരുന്നത്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോയി. നമുക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 4 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഇപ്പോൾ പാഴായത്. അവരെ ഇനി അന്വേഷിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അമ്മമാരെന്ന് പറയുന്നത് നല്ല പ്രായം ചെന്ന ആൾക്കാരാണ്. അവരെ കൊണ്ട് താങ്ങുകയൊന്നുമില്ല ഇവരെ 4 പേരെയും സംരക്ഷിച്ച് പോകാൻ. അതിന് നമുക്ക് സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ പിള്ളേരുടെ കൂടെ, കാരണം ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സാധാരണ സാധുക്കളാണ്. കാരണം ഇതിൽ ജോലിയുള്ളവരൊന്നും അത്ര സാമ്പത്തികമുള്ളവരൊന്നും നമ്മുടെ കുടുംബത്തിലില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് ഒരു ദിവസം വന്ന് നോക്കിയാലും നമുക്ക് എല്ലാ ദിവസവും വന്ന് നോക്കാനോ എടുക്കാനോ പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്ത് കിട്ടണം. കിട്ടിയാലേ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് തെളിയിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു? നിങ്ങളുടെ ഇടയ്ക്ക് ഈ മറ്റേയാളുടെ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നോ? അടി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയപ്പോഴാണ് അച്ഛൻ അറിയാന്നുള്ളത്. അതിന് മുമ്പുള്ള കാര്യമൊന്നും അച്ഛന് അറിഞ്ഞൂടാ. ഇനി വരില്ല എന്ന് പറഞ്ഞാണ് പോയിരുന്നത്. രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോ എവിടെ പോണെന്ന് പറഞ്ഞില്ല. പോവുകയാണ്. ഉമ്മീരെ വീട്ടിലും അപ്പച്ചിരി വീട്ടിലും പോവില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംശയം ഉണ്ടായിരുന്നു. അച്ഛ നാളവിടെ പോയതാണെന്ന് തോന്നുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു. അറിയായിരുന്നു, പക്ഷെ അച്ഛന് സംശയരോഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് അച്ഛനത് പറയാത്തത്. ഉണ്ട് സംശയരോഗം. അത് എനിക്കറിയില്ല, പക്ഷെ സംശയരോഗം ഉണ്ട്. അതുകൊണ്ട് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കണത്. എപ്പോഴും
എന്ന് വെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെമ്പിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്ത് വിടത്തില്ല അമ്മേ? പുറത്തുവിടില്ല. ഇല്ല, പുറത്തുവിടില്ല. പുറത്ത് പോവാണെങ്കിൽ അച്ഛൻ കൂടെ പോകും? പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ കൂടെ തന്നെ പോകണം. ഈ ഒരാഴ്ച ശേഷം അമ്മ തിരിച്ചു വന്നു, അച്ഛൻ ഒരുപാട് യാചിച്ചോ? എന്താ പറയാ അച്ഛൻ? എൻ്റെ അടുത്താണ് സംസാരിച്ചത്, അമ്മയുടെ സംസാരിച്ചില്ല. മിണ്ടിയില്ല. അമ്മ മിണ്ടോന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് മിണ്ടുമായിരിക്കും അച്ഛാ എന്നൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. അച്ഛനെ സമാധാനപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. അച്ഛൻ പക്ഷെ ഒരുപാട് കാല് പിടിച്ചു പോരുന്നൊക്കെ പറഞ്ഞോ? അവിടെ സ്റ്റേഷനിൽ വെച്ച് കാല് പിടിച്ചിരുന്നു. പോയില്ലെന്ന് പറഞ്ഞ് കാല് പിടിച്ചായിരുന്നു. അമ്മ പറഞ്ഞ് പറ്റില്ല എന്ന് തന്നെ അമ്മയും പറഞ്ഞത്. അവിടെ സ്റ്റേഷനിലുള്ള ആൾക്കാരാണ് പറഞ്ഞ് സമ്മതിപ്പിച്ച് വിട്ടത്. അപ്പം മോളെന്താ കാണുന്നത്? മകളെ രീതിയിൽ ആരുടെ ഭാഗത്ത് തെറ്റ് വന്ന എവിടെയാണ്? അച്ഛൻ്റെ ഭാഗത്താണോ അമ്മയുടെ ഭാഗത്താണോ? രണ്ടു ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരെയും മനസ്സിലാക്കിയില്ല, അതാണ് കാര്യം. അപ്പോൾ ഒരാള് അമ്മ അച്ഛൻ ശരിയാവാൻ വേണ്ടിയായിരിക്കും ചെയ്തത്. ചിലപ്പോൾ അച്ഛൻ ചിലപ്പം അമ്മയെ ശരിയാക്കാൻ വേണ്ടിയായിരിക്കും ചെയ്തത്. അങ്ങനെ വല്ല ആയിരിക്കും, അല്ലാതെ രണ്ടുപേരെ ഞാൻ കുറ്റം പറയണില്ല. അല്ല, നിങ്ങളെ 4 കുഞ്ഞുങ്ങളെ ഓർത്തായിരുന്നെങ്കിൽ അമ്മ ഇത് ചെയ്യുമായിരുന്നോ? അമ്മ ഓർത്ത് അവളെ മാത്രമാണ് കൊണ്ടുപോയത്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ. 4 പേരെ ഓർത്തിരുന്നെങ്കിൽ ഇത്ര ഒരു പോവില്ലായിരുന്നു. അവരെ മാത്രം സ്നേഹം, അങ്ങനെ അവരെ ലോകമായിരുന്നു. അതായിരുന്നു. ഈ ഇടയ്ക്കുള്ള ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് അമ്മയുടെ കൂട്ടുകാരനായിരുന്നു അവനാണ്. അത് നമ്മൾ സംസാരിക്കും. അപ്പോഴും നല്ലൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മൂലകാരണം അയാളാണ് അല്ലേ? അവൻ തന്നെയാണ് കാരണം. അവൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടില് വലുതായിട്ട് പ്രശ്നമായത്. അവൻ കാരണമാണ് മൊത്തത്തിൽ ഇതായത്. അല്ലാതെ ഇത്രയും ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ വീട്ടിലിങ്ങനെ നിന്നപ്പോൾ അവൻ പെട്ടെന്ന് സ്വപ്നത്തിൽ അവൻ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവൻ ഇറക്കിക്കൊണ്ടുപോയി. മകളെ പറഞ്ഞ് നേരെയാക്കാൻ നോക്കിയ ഈ അമ്മയും മടുത്തു. അമ്മയും സഹോദരനും കൈമലർത്തുന്നു മകളുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ. ഹസീനയുടെ അമ്മയല്ലേ? അപ്പൊ എല്ലാരും കുറ്റപ്പെടുത്തുന്ന ഹസീനയാണ്. അമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? എല്ലാം അറിയുന്നുണ്ട്. അറിയുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും പറയാറുണ്ടോ ഹസീനയോട്? എന്താ അമ്മ പറഞ്ഞു? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കുറ്റം ചെയ്യണം, എന്തിന് ആവശ്യമില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം കേൾക്കത്തില്ലയോ? അന്നേരം കേൾക്കില്ലേ? മകള് കേൾക്കില്ലേ? മകള് കേൾക്കണം. കേട്ടല്ലേ എല്ലാത്തിനും ഈ പിള്ളേരെയൊക്കെ വളർത്തേണ്ട 4 ഞാണ് പറയണത്. മുഖത്തിൽ വാരി എല്ലാരും ഇപ്പം മകളെയാണ് കുറ്റം പറയുന്നത്. അമ്മ എന്ത് പറയുന്നു? മകള് തെറ്റ് ചെയ്തോ? തെറ്റെന്ന് തന്നെ പറഞ്ഞ ഇപ്പോഴായിട്ട് എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങളടുത്ത് ഒരു കാര്യമുണ്ട് പറയാൻ. നിങ്ങളെ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല ഈ പറയുന്ന കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്നത്. ഭർത്താക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളെ അപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചുറ്റിക്കളിയും കാര്യങ്ങൾ, കാരണം വേറെ ഒന്നുമില്ല, മെസ്സേജും ചാറ്റിങ്ങും ഈ മൊബൈലൊക്കെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ നിങ്ങളെ ഈ പറയുന്ന പോലെ സൗന്ദര്യം കണ്ടിട്ടല്ല നിങ്ങളെ ഈ ചാറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾ വളയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്നത്. നിങ്ങളെ ഒരു ദിവസം നിങ്ങളെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്നു, നിങ്ങളെ മക്കൾക്കും നിങ്ങളെ കുടുംബത്തിനും നിങ്ങളെ ആയുസ്സിനും. ഓക്കെ.